ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും കൂടെ ഒന്നിക്കുന്ന ഈ ഒരു സമയത്ത് മുംബൈയിൽ എന്ത് നടക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ആ ഭരണം തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തെ സംബന്ധിച്ചിട്ട് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണ്. പ്രാദേശികവാദം തലയ്ക്ക് ഭ്രാന്തായി പിടിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ രാജ് താക്കറെ എന്ന് പറയുന്നത്. കാരണം മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായിട്ടും ഒവൈസിയുടെ പക്ഷത്തേക്ക് പോവുകയും അത് കോൺഗ്രസിന് വീഴേണ്ട വോട്ടാണത്. ആ കോൺഗ്രസിന് വീഴേണ്ട വോട്ട് നേരെ ഒവൈസിക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. ശിവസേനയിൽ നിന്നും പ്രാദേശിക പാർട്ടികളിൽ നിന്നും ആളുകൾ എങ്ങോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ബായ് ഠാക്കൂറിനെയൊക്കെ സംബന്ധിച്ചിട്ടും ഹിതേന്ദ്ര ഠാക്കൂറിനെയൊക്കെ സംബന്ധിച്ചിട്ടും അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ ഒരു പോരാട്ടം കൂടിയാണ് ഈ വരുന്ന നഗരപാലിക ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ പൂർണ്ണമായിട്ടും കോൺഗ്രസുമായിട്ട് സഹകരിച്ച് മത്സരിക്കാനായിട്ടുള്ള സാധ്യതകളാണുള്ളത്. ഉദ്ധവ് താക്കറെയെ ബാൽ താക്കറെ ഉയർത്തി കാണിക്കുകയും രാജ് താക്കറെ തഴയുന്ന പോലത്തെ ഒരു സാഹചര്യം ഉണ്ടായി. നമസ്കാരം. മഹാരാഷ്ട്രയിലെ ഏകദേശം 20 വർഷത്തിന് ശേഷം താക്കറെ സഹോദരന്മാരെ ഒന്നിക്കുന്നു തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്ത് തോന്നുന്നു ഇതിനെക്കുറിച്ച്? ഒന്നിക്കുന്നു എന്നുള്ള വാർത്തയല്ല, അവർ ഒന്നിച്ച് കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു താക്കറെ സഹോദരന്മാർ, അതായത് രാജ് താക്കറെയും അതോടൊപ്പം ഉദ്ധവ് താക്കറെയും ഒരുമിച്ച് ഇനി രാഷ്ട്രീയത്തിന് മുൻപോട്ട് പോകാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. പുറത്തുവരുന്ന വാർത്തകളെല്ലാം സ്ഥിരീകരിച്ച വാർത്തകളാണ്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവരുടെ ഈ യോജിപ്പിന് ഇപ്പോൾ ഇതെന്തുകൊണ്ടാണ് കാരണമായത് എന്ന് ചോദിച്ചാൽ BMC, അതായത് ബോംബെ മഹാനഗരപാലിക എന്ന് പറയുന്നത്, ഇത് എന്ന് പറഞ്ഞാൽ 17,000 കോടി രൂപയുടെ ബഡ്ജറ്റ് ഒരു വർഷം അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു നഗരമാണ് മുംബൈ എന്ന് പറയുന്നത്. ആ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഭരണം പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ആ ഭരണം തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തെ സംബന്ധിച്ചിട്ട് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണ്. കഴിഞ്ഞ കാലാകാലങ്ങളായിട്ട് അവർ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന BMC അവരുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ അടിത്തറ ഇളകിപ്പോയി എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഇപ്പോൾ കോൺഗ്രസ് തനിച്ചു മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ മുംബൈ നഗരപാലിക ഇലക്ഷനിൽ. പക്ഷേ കോൺഗ്രസ് തനിച്ചു മത്സരിക്കുന്ന സമയത്തും കോൺഗ്രസിന് എത്രത്തോളം സീറ്റുകൾ നേടാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതല്ലെങ്കിൽ കോൺഗ്രസ് തങ്ങളുടെ ശക്തി തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണോ ഇപ്പോൾ കാഴ്ചവെക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി കോൺഗ്രസും NCP ശരത് പവാർ വിഭാഗം കൂടി ഒരുമിച്ച് ചേർന്നാണോ മത്സരിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ഇത് രാത്രിയോടുകൂടിയൊക്കെ ഒരു വ്യക്തത വരത്തുള്ളൂ. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം നിലനിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശിവസേനയ്ക്ക് BMC ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പൂനെ നഗരം എന്ന് പറയുന്നത് NCPയെ സംബന്ധിച്ചിട്ടും പ്രസ്റ്റീജ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ പൂനെ പിടിക്കണം എന്നുണ്ടെങ്കിൽ NCP ശരത് പവാർ വിഭാഗവും അതോടൊപ്പം തന്നെ NCP അജിത് പവാർ വിഭാഗവും ഒന്നിച്ചാൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഇത് മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. ഇതിന് തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന മറ്റൊരു നഗരപാലികയാണ് വസൈ വിരാർ നഗരപാലിക എന്ന് പറയുന്നത്. പക്ഷേ ഈ വസൈ വിരാറിൽ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ, വസൈ വിരാറിലൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ബായ് ഠാക്കൂർ എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു കക്ഷിയുണ്ട്. അദ്ദേഹം എന്ന് പറഞ്ഞൊരു നാട്ടുപ്രമാണിയാണ് അവിടുത്തെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പാർട്ടിയൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയിരുന്നു, വസായി വികാസ് അങ്ങനത്തെ ഒരു പേരുള്ളൊരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിക്ക് 2 MLA-മാരും ഒരു MP-മാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് ഒരു ജനപ്രതിനിധിയും ഇല്ലാത്തൊരവസ്ഥയുണ്ടായി. കാരണം ഇവരുടെ പ്രമുഖ നേതാക്കന്മാരെല്ലാം, അതായത് ഈ ബായ് ഠാക്കൂർ, ഹിതേന്ദ്ര ഠാക്കൂർ എന്നൊക്കെ പറയുന്ന ആളുകളുടെ പാർട്ടിയിൽപ്പെട്ട മുതിർന്ന നേതാക്കന്മാരെല്ലാം BJPയിലേക്ക് ജമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഈ ബായ് ഠാക്കൂറിനെയൊക്കെ സംബന്ധിച്ചിട്ടും ഹിതേന്ദ്ര ഠാക്കൂറിനെയൊക്കെ സംബന്ധിച്ചിട്ടും അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ ഒരു പോരാട്ടം കൂടിയാണ് ഈ വരുന്ന നഗരപാലിക ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ പൂർണ്ണമായിട്ടും കോൺഗ്രസുമായിട്ട് സഹകരിച്ച് മത്സരിക്കാനായിട്ടുള്ള സാധ്യതകളാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുംബൈ നഗരത്തിനകത്ത് ഇപ്പോൾ NCP ആരെ പിന്തുണയ്ക്കും, കോൺഗ്രസിനെ പിന്തുണയ്ക്കുമോ എന്നുള്ളൊരു ചോദ്യമായിട്ട് അവിടെ അവശേഷിക്കുന്നു. അതോടൊപ്പം തന്നെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം തനിച്ചു മത്സരിക്കുമോ അതോ കോൺഗ്രസിനോട് ചേർന്ന് നിന്ന് മത്സരിക്കുമോ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ് താക്കറെയും അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെയും ഒന്നിച്ചിരിക്കുന്നു. ഈ ഉദ്ധവ് താക്കറെ കുറച്ചൊക്കെ ഒരു സെക്യുലർ മനോഭാവത്തോടു കൂടി ആളുകളോട് പെരുമാറിയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ രാജ് താക്കറെ എന്ന് പറയുന്ന ആള് മുംബൈയെക്കുറിച്ച് അറിയാവുന്നവർ അല്ലെങ്കിൽ മുംബൈ പോയി താമസിച്ചിട്ടുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവിടെ റെയിൽവേ പരീക്ഷയ്ക്ക് വരുന്ന ബീഹാറികളെയും UP-കാരെയും ഒക്കെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് തന്നെ അടിച്ചോടിക്കുന്ന ഒരു
ഒരു സ്വഭാവം ഉണ്ടായിരുന്ന കക്ഷിയാണ്. അതായത് പ്രാദേശികവാദം തലയ്ക്ക് ഭ്രാന്തായി പിടിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ രാജ് താക്കറെ എന്ന് പറയുന്നത്. രാജ് താക്കറെയൊക്കെ ആയിട്ട് നേരിട്ട് കാണാനും സംസാരിക്കാനായിട്ടൊക്കെയുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ ഉദ്ധവ് താക്കറെ ആയിട്ട് കാണാനും നേരിട്ട് സംസാരിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ പറഞ്ഞ അതിതീവ്രമായിട്ടുള്ള ഒരു പ്രാദേശികവാദം ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ ഇവർ വരുന്ന സമയത്ത് രാജ് താക്കറെ ഇപ്പോൾ ഉദ്ധവ് താക്കറയുടെ പക്ഷത്തേക്ക് വരുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയുള്ള മുസ്ലിം വിഭാഗമുണ്ട്. മുസ്ലിം വിഭാഗം ഒരു കാരണവശാലും പിന്നെ ഈ ശിവസേനയ്ക്ക്, അതായത് ഈ രാജ് താക്കറെ ഉള്ള ശിവസേനയ്ക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവത്തില്ല. അതോടുകൂടി കോൺഗ്രസ് പൂർണ്ണമായിട്ടും വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. എല്ലായിടത്തും കോൺഗ്രസിന്റെയും സ്പോയിലർ ആയിട്ടുള്ള ഒവൈസി, അസറുദ്ദീൻ ഒവൈസി ഈ നഗരപാലിക BMC ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒവൈസി ആരുടെ കൂട്ടത്തിൽ ചേർന്ന് മത്സരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയെ സംബന്ധിച്ച് വിജയിക്കണമെന്നൊന്നുമില്ല. ചിലപ്പം മുസ്ലിം മെജോറിറ്റിയുള്ള സ്ഥലങ്ങളിലൊക്കെ 2-3 കൗൺസിലർമാരെയൊക്കെ അദ്ദേഹത്തിന് കിട്ടിയേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരു സ്പോയിലറായിട്ട് മാറുകയാണ്. കാരണം മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായിട്ടും ഒവൈസിയുടെ പക്ഷത്തേക്ക് പോവുകയും അത് കോൺഗ്രസിന് വീഴേണ്ട വോട്ടാണത്. ആ കോൺഗ്രസിന് വീഴേണ്ട വോട്ട് നേരെ ഒവൈസിക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ടോട്ടലി കൺഫ്യൂസിംഗ് ആയിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ അപ്പുറത്ത് NDAയുടെ പക്ഷത്ത് അവിടെ ശിവസേന സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ശിവസേന ഷിൻഡെ വിഭാഗം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ BJP വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതുകൂടാണ്ട് അജിത് പവാറിന്റെ പിന്തുണയുണ്ട്. അപ്പോൾ ഈ 3 പേരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴത്തേക്കും അവർ ശക്തരാണ്. അപ്പോഴും ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. ഉദ്ധവ് താക്കറയ്ക്കോ അല്ലെങ്കിൽ ഉദ്ധവ് താക്കറയുടെ ശിവസേനയ്ക്കോ ചിന്തിക്കാൻ സാധിക്കത്തില്ല BMCയുടെ ഭരണം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. ശിവസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് തന്നെ BMCയുടെ ഭരണമാണ്. മഹാരാഷ്ട്ര ഭരണം കൈവശമില്ല എങ്കിൽ തന്നെയും BMCയുടെ ഭരണം കയ്യിലുണ്ടെങ്കിൽ അവർക്കതുകൊണ്ട് നേട്ടമുണ്ട്. അവർക്ക് അവരുടെ രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ തലത്തിൽ തന്നെ കൊണ്ടുനടക്കാൻ വേണ്ടി സാധിക്കും. മറിച്ച് ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പൊളിറ്റിക്കലി അവർ വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടും എന്നുള്ളതാണ് ഒരു വസ്തുത. അത് കൂടാതെ തന്നെ ഇപ്പൊ പൂനെ നിലനിർത്തേണ്ടത് NCPയുടെ ആവശ്യമാണ്. അപ്പോൾ ശരത് പവാറിനെ സംബന്ധിച്ചിട്ട് എന്താണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശരത് പവാറിനെ സംബന്ധിച്ചിട്ട് ആരോഗ്യപരമായിട്ട് അദ്ദേഹം വളരെ ടയർഡാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് അജിത് പവാറിന്റെ കൂടി പിന്തുണയോടുകൂടി പൂനെ നഗരപാലിക അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ നിലനിർത്തിയേ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൂനെയിൽ ഒരു അലയൻസ് ഉണ്ടാകുന്ന സമയത്ത് ചില വിട്ടുവീഴ്ചകൾ മുംബൈയിൽ ചെയ്യേണ്ടി വരും, ചില വിട്ടുവീഴ്ചകൾ വസായി വിരാറിൽ ചെയ്യേണ്ടി വരും, ഇങ്ങനെ പല സ്ഥലങ്ങളിലും ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ടോട്ടലി കൺഫ്യൂസിംഗ് ആയിട്ടാണ് ഇപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞു. അവരുടെ ഗ്രാമമേഖലകളിലേക്കൊക്കെ കഴിഞ്ഞ് ഇപ്പം നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് നഗരപാലികയിലേക്കുള്ള ഇലക്ഷനാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഇലക്ഷനെ സംബന്ധിച്ചിട്ട് ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും കൂടെ ഒന്നിക്കുന്ന ഈ ഒരു സമയത്ത് മുംബൈയിൽ എന്ത് നടക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള മുന്നേറ്റം നേടാനായിട്ട് ഈ ഉദ്ധവ് താക്കറെ രാജ് സഖ്യത്തിന് സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയ നേട്ടമായിട്ട് മാറും. ഒരുപക്ഷെ അത് മഹാരാഷ്ട്രയുടെ ഭരണം പിടിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ പോകും. രാജ് താക്കറയുടെ പാർട്ടിയുടെ പേരാണ് നവനിർമ്മാൺ സേന. എല്ലാവരും കരുതിയിരുന്നത് ബാൽ താക്കറയ്ക്ക് ശേഷം രാജ് താക്കറെ ആയിരിക്കും ശിവസേനയെ നയിക്കുക എന്നാണ്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്താ സംഭവിച്ചത്? ഉദ്ധവ് താക്കറയെ ബാൽ താക്കറെ ഉയർത്തി കാണിക്കുകയും രാജ് താക്കറെ തഴയുന്ന പോലത്തെ ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ രാജ് താക്കറെ തഴയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് രാജ് താക്കറെ എന്ത് ചെയ്തു? ബാൽ താക്കറെയും ശിവസേനയും ഒക്കെ വിട്ടിട്ട് നവനിർമ്മാൺ സേന എന്ന ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ ഒരു ഓളം സൃഷ്ടിച്ചു എന്നുള്ളതാണ് വസ്തുത. അതായത് കേരളത്തിൽ കരുണാകരൻ കോൺഗ്രസ് വിട്ടിട്ട് DIC രൂപീകരിച്ചപ്പോൾ ഏത് രീതിയിലുള്ള ഒരു ഓളമാണോ കേരളത്തിൽ ഉണ്ടാക്കിയത് അതിന് സമാനമായൊരു ഓളം ഉണ്ടാക്കിയായിരുന്നു. അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ കുറച്ചല്ലാത്ത ഒരു വോട്ടിംഗ് ശതമാനം നേടാൻ വേണ്ടിയിട്ടും സാധിച്ചിരുന്നു. പക്ഷേ ഒരു പ്രധാന ശക്തിയായിട്ട് മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മുനിസിപ്പൽ കോർപ്പറേഷനിലോ വരാനൊന്നും അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇതിനിടയിൽ രാജ് താക്കറെ BJPയുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ ശിവസേന കോൺഗ്രസുമായിട്ട് അലയൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ രാജ് താക്കറെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJPയുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നമ്മൾ ഉദ്ദേശിക്കാത്തതിനൊക്കെ അപ്പുറത്തേക്ക് ശിവസേനയിൽ നിന്നും പ്രാദേശിക പാർട്ടികളിൽ നിന്നും ആളുകൾ എങ്ങോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ BJPയിലേക്ക് പോകുന്ന സമയത്ത് ഒരു രാഷ്ട്രീയമായിട്ടൊരു നിലനിൽപ്പ് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ശിവസേന ഈ ഉദ്ധവ് താക്കറെ വിഭാഗത്തിനെ സംബന്ധിച്ചിട്ട് അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലനിന്ന് പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ആരുടെ സപ്പോർട്ട് ആവശ്യമാണ്? രാജ് താക്കറെയുടെ സപ്പോർട്ട് ആവശ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാജ് താക്കറെയെ ഈ ഉദ്ധവ് താക്കറെയും കൂടി ഇപ്പോൾ ഒന്നിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒന്നിക്കുന്ന സമയത്തും സെക്യുലർ ആയിട്ടുള്ള കുറേ വോട്ടുകൾ, കാരണം മുംബൈ മഹാനഗരം എന്ന് പറയുന്നത് അവിടെ വസിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ എന്ന് പറയുന്നത് അത് മുംബൈയിലുള്ള ആളുകൾ മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഉള്ള ആളുകൾ അവിടെ വന്ന് താമസിക്കുന്നുണ്ട്.
കാരണം മലയാളിയുണ്ട്, തമിഴനുണ്ട്, ഹിന്ദിക്കാരനുണ്ട്, പഞ്ചാബിയുണ്ട്, കന്നഡക്കാരനുണ്ട്, തെലുങ്കനുണ്ട്. അവിടെ ഇല്ലാത്ത ആളുകളില്ല. മുഴുവൻ ആളുകളും അധിവസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ മുംബൈ നഗരം എന്ന് പറയുന്നത്. അവിടെ വിവിധ ജാതികളും മതങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇത് രാജ് താക്കറെയുടെ വരവ് മൈനോറിറ്റി വോട്ടുകളിൽ ഉണ്ടാക്കുന്ന വിള്ളൽ, അത് മുതലെടുക്കാൻ വേണ്ടി നിൽക്കുന്ന അസറുദ്ദീൻ ഒവൈസി, ഇതൊക്കെ വലിയൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ്. ഏതൊക്കെയായാലും എനിക്ക് തോന്നുന്നു മുംബൈ BMCയിൽ നടക്കാൻ വേണ്ടി പോകുക ഒരു ത്രികോണ മത്സരമായിരിക്കും. ഈ ത്രികോണ മത്സരത്തിൽ ആര് നേട്ടമുണ്ടാക്കും എന്നുള്ളത് സംബന്ധിച്ച് ഒരു വലിയ ചോദ്യമൊന്നും ഉയരാൻ സാധ്യതയില്ല. എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ട് BMC ഉദ്ധവ് താക്കറെയുടെയും അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച ഒരുപക്ഷെ നമ്മൾ കാണേണ്ടി വരും. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ശിവസേന ഷിൻഡെ വിഭാഗം എന്ന് പറയുന്ന അത്ര ചെറുതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം അത്രയ്ക്കും ശക്തിയുണ്ട്, അധികാരമുണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ സപ്പോർട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് 17,000 കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന നഗരമാണ് ഈ BMC എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് BJPയും അതോടൊപ്പം തന്നെ NCP അജിത് പവാർ വിഭാഗവും ശിവസേന ഷിൻഡെ വിഭാഗവും കൂടി ഒരുമിച്ച് NDAയുടെ പ്ലാറ്റ്ഫോമിൽ അണിനിരക്കുന്ന സമയത്ത് ഉദ്ധവ് താക്കറെയ്ക്ക് ആദ്യമായിട്ട് BMCയുടെ ഭരണം നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്.